ബഹുമാന്യരെ, അന്താരാഷ്ട്ര സീറോ വേസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള സംസ്ഥാനം മുഴുവൻ, അതോടൊപ്പം തന്നെ കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മാലിന്യമുക്ത നവകേരള പദ്ധതിയിൽ ഒന്നിച്ച് അണിചേരുകയും അതിൻ്റെ ഭാഗമായി വാഴൂർ ഗ്രാമപഞ്ചായത്ത് ഏതാണ്ട് 2 വർഷങ്ങൾക്കപ്പുറം തുടക്കം കുറിച്ച അജൈവ മാലിന്യങ്ങൾ യൂസഫി കൊടുത്തുകൊണ്ട് വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും കളക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അത്തരത്തിലൊരു വലിയ മുന്നേറ്റം ഈ മേഖലയിൽ നമുക്ക് നടത്തപ്പെടാൻ കഴിയും. അതോടൊപ്പം തന്നെ ബൾക്ക് വേസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 വർഷത്തിലൊരിക്കൽ നമ്മൾ വീടുകളിലെ അജൈവ വസ്തുക്കൾ ആയ സാധനങ്ങളൊക്കെ തന്നെ ലോഡ് കണക്കിന് വിവിധ പ്രദേശങ്ങളിൽ കളക്ട് ചെയ്തുകൊണ്ട് അതും നീക്കം ചെയ്യാൻ കഴിഞ്ഞു. ഏതാണ്ട് 95% ഇപ്പോൾ നമ്മൾ മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അജൈവ മാലിന്യങ്ങളൊക്കെ തന്നെ സംഭരിച്ചുകൊണ്ട് ക്ലീൻ കേരളയ്ക്ക് കൈമാറുന്ന സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഈ മാർച്ച് 30 വാഴൂർ ഗ്രാമപഞ്ചായത്ത് സീറോ വേസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമ്പൂർണ്ണ മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്ത് മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതിൻ്റെ പ്രഖ്യാപനം നടത്തപ്പെടുകയും അത്തരത്തിൽ ഇന്ന് 21 എല്ലാ വാർഡുകളിലും വാർഡുതല യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 22, 23 തീയതികളിൽ എല്ലാ വാർഡുകളിലും അതോടൊപ്പം തന്നെ വാഴൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ഭവനങ്ങളിലും മുഴുവൻ ആളുകളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ശുചീകരണ പ്രവർത്തനം നടത്തി അജൈവ മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യുന്ന നടപടിയിൽ അണിചേരുകയാണ്. തീർച്ചയായും നമ്മുടെ വാഴൂർ ഗ്രാമപഞ്ചായത്തിലെ 3 പ്രധാന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ 3 കവലകൾ ശുചീകരണ പ്രവർത്തനത്തിൽ ഇന്ന് തുടക്കം കുറിച്ചു. നാളെ 22 പുളിക്കക്കവലയിലുള്ള മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളിലും പൊതുസ്ഥലങ്ങളിലും ചെടിച്ചട്ടികൾ വെച്ചുകൊണ്ട് ബ്യൂട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കവല സജ്ജമാകും. 27 കൊടുങ്ങൂർ കവലയിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളിലും പൂച്ചട്ടികൾ വെച്ചുകൊണ്ട് വളരെ മനോഹരമാക്കുന്ന പദ്ധതിയിലേക്ക് ഇവിടുത്തെ വ്യാപാര സമൂഹം മാറിക്കഴിഞ്ഞിരിക്കുകയും അതോടൊപ്പം തന്നെ ചാമ്പാല കവലയിലും ഇത്തരത്തിലുള്ള ബ്യൂട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണം നടന്നുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിലും വാഴൂർ ഗ്രാമപഞ്ചായത്തിലെ പൊതുവിവരങ്ങൾ, പൊതുസ്ഥലങ്ങൾ, ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശങ്ങളും ശുചീകരിച്ചുകൊണ്ട് ഈ കേരള ഗവൺമെൻറ് ഈ ദൗത്യത്തിൽ വാഴൂർ ഗ്രാമപഞ്ചായത്ത് പൂർണ്ണമായും അണിചേരുന്നതിനുള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്നു. 30 വാഴൂർ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്ത ഗ്രാമമായി പ്രഖ്യാപിക്കുന്ന നടപടിയിലേക്ക് ആയിത്തീരുന്നു. അപ്പോൾ വാഴൂരിലെ മുഴുവൻ ജനാവലിയും ഇതിലൊന്നിച്ച് അണിചേരണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ വാഴൂർ ഗ്രാമപഞ്ചായത്തിൽ വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ പ്രവർത്തനങ്ങളെല്ലാം ക്രമീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്ന് വാർഡ് തല യോഗങ്ങളൊക്കെ ചേരുമ്പോൾ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ഇതിൻ്റെ ഒരു മെസ്സേജ് എത്തും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇതിനോട് സഹകരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. മാർച്ച് 30 നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്ന സമയത്ത് എല്ലാ വിധത്തിലുമുള്ള മാലിന്യം നിക്ഷേപിക്കാൻ അടക്കമുള്ള എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളും ഗ്രാമപഞ്ചായത്ത് കൃത്യമായിട്ട് തന്നെ ഒരുക്കും. എല്ലാ കവലകളിലും പ്രധാന കേന്ദ്രങ്ങളിലും ബിന്ന് വെക്കുന്നതിനടക്കമുള്ള പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗമുണ്ടാവും. നിലവിൽ ബോട്ടിൽ ബൂത്തുകളൊക്കെ കൃത്യമായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനോടെല്ലാം സഹകരിക്കാനുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ നിർമ്മാർജ്ജനത്തെ സംബന്ധിച്ച് മറ്റ് പൊതുജനങ്ങളിലേക്ക് കൃത്യമായൊരു ബോധവൽക്കരണം എല്ലാ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നുള്ളതാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ സഹായം ഉണ്ടായാലും തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ വാഴൂരിനെ ഒരു രോഗമുക്ത നാടാക്കി തന്നെ മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ക്യാമ്പയിൻ വിജയിപ്പിക്കുന്നതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്.